ഹലോ കൂട്ടുകാരെ, ഇന്നെനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളോടാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയണത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വഴിക്ക് പോയപ്പോൾ കണ്ട ഒരനുഭവം, മിക്കവരും കാണുന്നൊരു അനുഭവമായിരിക്കാം. പക്ഷേ എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പെൺകുട്ടികളുള്ളത് കൊണ്ടാണ് എനിക്ക് ആ വേദന വന്നു പോയത്. ഒരു പയ്യൻ, അവനൊരു 10-30 വയസ്സ് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു 16-18 വയസ്സുള്ളൊരു പെൺകുട്ടിയായിട്ട് ഒരു ബൈക്ക് വന്നിരിക്കുകയാണ്. ഞാൻ സാധനം കൊടുക്കാൻ പോകുമ്പോൾ അവരൊരു വഴിയോരത്ത്, അവിടെ വിജനമായിട്ടുള്ളൊരു സ്ഥലമാണ്, അവിടെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരമ്മയും കാണാൻ താല്പര്യമില്ലാത്ത, ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്താണ് അവൻ്റെ കൈകളിരുന്നാർന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റൊരു കാര്യമാണ്, നിങ്ങളുടെ ശരീരം വിവാഹത്തിന് മുൻപ് മറ്റൊരാളുമായിട്ട് സഹകരിപ്പിക്കാനായിട്ട് ഒരിക്കലും നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളുടെ മെയിൻ പാർട്സ് ഉണ്ട്, ആ പാർട്സുകളിലൊന്നും തൊടിയിക്കാനായിട്ടും ശ്രമിക്കരുത്. വിവരമില്ലായ്മ കൊണ്ടല്ല നിങ്ങളതിൽ അകപ്പെട്ടു പോകുന്നത്. ആ സാഹചര്യത്തിൽ അവർ പറഞ്ഞ് തരുന്ന വാക്കുകൾ, അല്ലെങ്കിൽ നിങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ചിന്തിക്കും. ആ സമയത്ത് ജനിപ്പിച്ച് വളർത്തി തന്തേനും തളയനും നിങ്ങൾ ഓർക്കത്തൊന്നുമില്ല. അപ്പോൾ അവർ പറയുന്നതാണ് നിങ്ങളുടെ വേദവാക്യങ്ങൾ. അപ്പോൾ നിങ്ങൾ തെറ്റിൽ അകപ്പെട്ടു പോവുകയാണ്. ഒരു പ്രാവശ്യം തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഞോണ്ടലോ പിടിക്കലോ ഉണ്ടായി, വ്യക്തമായിട്ട് ഞാനത് പച്ചയ്ക്ക് തന്നെ പറയണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ നാണക്കേട് വിചാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല, അതുകൊണ്ട് തന്നെ പറയണതാണ്. അപ്പോൾ അതുണ്ടായി കഴിയുമ്പോൾ ഇത് ആൺപിള്ളേരെ സംബന്ധിച്ച് അവർക്കൊരു ലൈസൻസാണ്. അവർ പെൺകുട്ടികൾ പിന്നത്തെ പ്രാവശ്യം വരാണ്ടിരിക്കുമ്പോൾ, വഴങ്ങാതിരിക്കുമ്പോൾ ഇവർ ഈ പഴയ കാര്യം എടുത്തിട്ട് നിങ്ങളെ മാനസികമായിട്ട് പീഡിപ്പിക്കും. വീണ്ടും നിങ്ങളിവർ പറയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾ കിടന്ന് നടക്കും. ഒരു +1 +2 ഡിഗ്രിയോ കഴിയുമ്പോഴേക്കും ഏകദേശം അവർ ഇച്ഛിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് നടന്നു കിട്ടും. പക്ഷേ ഇതിൽ തകർന്നു പോകുന്നത് പെൺകുട്ടി എന്ന ആ ഒരു വിഭാഗം തന്നെയാണ്. ആയതിനാൽ നിങ്ങളുടെ ശരീരത്തെ വിവാഹത്തിന് മുൻപ് നിങ്ങൾ വിശുദ്ധമായിട്ട് സൂക്ഷിക്കുക. കാരണം വിവാഹത്തിന് ശേഷം സൂക്ഷിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, വിവാഹത്തിന് ശേഷമാണെങ്കിലും നമുക്ക് ദൈവം അനുവദിച്ച് തന്നിരിക്കുന്നൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോവുക. കാരണം ആൺപിള്ളേരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനത്തെ ഒരു ലെവലിലാണ്. കാരണം ഒരു പൂവിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഗ്രഹിക്കാത്ത ആരുമില്ല. അത് നീലയാണോ പച്ചയാണോ മഞ്ഞയാണോ കറുപ്പാണെന്നൊന്നും അവർ നോക്കത്തൊന്നുമില്ല. അവർക്ക് അവരാഗ്രഹിക്കുന്ന സമയത്ത് കാര്യം സാധിക്കുക എന്നുള്ളത് മാത്രമേ ആ ഒരു കാര്യത്തിലുള്ളൂ. അപ്പോൾ ആയതിനാൽ ഒരു പ്രാവശ്യം തെറ്റ് പറ്റി എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജീവിതം നശിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റൊരു കാര്യം, വളർത്തുന്ന അപ്പനെ അമ്മേനെ ചതിക്കരുത്. കാരണം നിങ്ങളൊക്കെ ഒരുപാട് പ്രതീക്ഷകളിലൂടെയാണ് അപ്പനമ്മ വളർത്തി കൊണ്ടുവരുന്നത്. ആയതിനാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുണ്ടാകും, യുവതലമുറ മൊത്തം ഉണ്ടാകും. പ്രത്യേകിച്ച് ആമ്പിള്ളേരോട് പറയുക, പെൺകുട്ടികളെ ചതിക്കരുത് കേട്ടോ. നിൻ്റെ അമ്മയ്ക്കുള്ള എന്തൊക്കെയുണ്ടോ, നിൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ഉണ്ട് ഇല്ലേ, നീ പാല് കുടിച്ച് വളർന്നൊരു സംഭവമാണ് ബ്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം. അതുപോലെ തന്നെ വയറുണ്ട്, നീ കിടന്ന വയറാണത്. അപ്പോൾ ആ കാര്യം നീ മറക്കാതിരിക്കുക. നിൻ്റെ അമ്മയ്ക്കുള്ള എല്ലാ അവയവങ്ങളും ഒരു സ്ത്രീ എന്നുള്ള ഒരു കഥാപാത്രത്തിലുണ്ട്. ആയതിനാൽ നീ നിൻ്റെ അമ്മയെ ബഹുമാനിച്ചാൽ മാത്രമാണ് ഏതൊരു സ്ത്രീനെ കാണുമ്പോഴും എൻ്റെ അമ്മയ്ക്കുള്ള സംഭവങ്ങൾ തന്നെയാണ് ഒരു സ്ത്രീയിൽ അടങ്ങിയിരിക്കണം എന്നുള്ളത് വിവേകത്തോടു കൂടി, ബോധത്തോടു കൂടിയേ പറ്റത്തുള്ളൂ കേട്ടോ. ബോധമില്ലാത്തൊരവസ്ഥയിൽ ചിന്തിക്കാൻ പറ്റത്തില്ല, അത് ഒരാൾക്കും പറ്റത്തില്ല. ആ ഒരു കാര്യം ഒരു പുരുഷൻ എന്ന നിലയിൽ, ഒരു ആൺകുട്ടി എന്ന നിലയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഒരുപാട് ജീവിതങ്ങൾ ശാപം പൊഴിയാതെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും. കാണുന്ന കാഴ്ചകൾ വേദനിപ്പിക്കുന്ന പല രാത്രികളുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം ഇവിടെ ഇന്ന് പറയണം എന്നെനിക്ക് തോന്നി. കാരണം 2-3 ദിവസമായി ഇതൊരു തേങ്ങലായിട്ട് മനസ്സിൽ കിടക്കുകയായിരുന്നു.
അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ ആരുടെയും ഇഷ്ടം നോക്കിയിട്ട് നമുക്കൊരു കാര്യം പറയാൻ പറ്റത്തില്ലല്ലോ. ആയതിനാൽ പഠിപ്പിക്കാൻ വിടുമ്പോൾ മക്കളോട് ചോദിക്കുക, എത്ര മണി തൊട്ട് എത്ര മണി വരെ ക്ലാസ് എന്ന് ചോദിക്കുക. കറക്റ്റ് ടൈമിങ്ങിനാണ് അവർ വീട്ടിലെത്തണതെന്നുള്ളത് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. 2 ദിവസം വൈകി വന്നു കഴിഞ്ഞാൽ 3-ാം ദിവസം അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് സംസാരിക്കേണ്ടത് അമ്മ എന്ന വ്യക്തിയാണ്. അപ്പോൾ അമ്മ അവരെന്തുകൊണ്ട് നേരം വൈകി, എവിടേക്കൊക്കെയാണ് മക്കൾ പോകുന്നത്, ആരുടെ കൂടെയൊക്കെയാണ് പോകുന്നത്, ആരുടെ വണ്ടിയുമ്പോഴാണ് കയറി പോകുന്നത്, നിങ്ങൾ ഒരു പ്രാവശ്യം നിരസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അവർക്ക് ലൈസൻസായിട്ട് മാറും. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും ശ്രദ്ധയോടെ ഇരിക്കുക. താങ്ക് യു.